വൈകിട്ടത്തേക്ക് ചായക്കടി എന്തുണ്ടാക്കണം എന്ന് ആലോചിച്ചുള്ള നിപ്പാണേ നിങ്ങൾ കാണുന്നത്. അധികം പണിയെടുക്കാതെ എളുപ്പത്തിൽ എന്തെങ്കിലും വേണം. കിട്ടിപ്പോയി. ഒരു ഇൻസ്റ്റന്റ് നെയ്യപ്പം ഉണ്ടാക്കാം. വായോ. നെയ്യപ്പം എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാന്നല്ലേ? അതൊക്കെ ഉണ്ട്. കുഞ്ഞായിരുന്നപ്പോൾ എനിക്കിഷ്ടമല്ലാത്തൊരു പലഹാരം ഉണ്ടെങ്കിൽ അത് നെയ്യപ്പായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് നെയ്യപ്പം ഉണ്ടാക്കൽ കുറച്ചധികം പണിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് എന്നല്ല, ഒരുവിധം എല്ലാവരും അങ്ങനെയാണ് പറയാറ്. എങ്കിലും വർഷത്തിൽ ഒരിക്കലും അമ്മ നെയ്യപ്പം ഉണ്ടാക്കും, വിഷുക്കണി വെക്കാനായിട്ട്. അന്നത്തെ ദിവസം അടുക്കളയിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല കേട്ടോ. എന്താന്നോ, ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ നെയ്യപ്പം നന്നാവില്ലത്രേ. അപ്പം നന്നാണെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മാവ് ഒഴിക്കണം എന്നൊക്കെയാണ് അമ്മേന്റെ പക്ഷം. അതൊക്കെ ശരിയാണെന്ന് ചിലപ്പൊക്കെ എനിക്കും തോന്നാറുണ്ട്. എനിക്ക് നെയ്യപ്പം ഇഷ്ടമില്ലായിരുന്നെങ്കിൽ കൂടി ഞാൻ അതിന്റെ മൊരിഞ്ഞ വക്ക് മാത്രം കഴിക്കുമായിരുന്നു. നടുവിൽ വീർത്തിരിക്കുന്ന ഭാഗം അമ്മയ്ക്ക് തന്നെ കൊടുക്കും. എൻ്റെ കല്യാണം എല്ലാം കഴിഞ്ഞ് UAE എത്തിയ പിന്നെ നെയ്യപ്പം കഴിക്കാൻ ഒരു കൊതി. പക്ഷെ ഉണ്ടാക്കി തരാൻ അമ്മ നാട്ടിലല്ലേ, അപ്പൊ പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കില്ലാതെ നിവൃത്തിയില്ല. എനിക്ക് പിന്നെ എല്ലാം എളുപ്പപ്പണിയിൽ കിട്ടിയാൽ അത്രയും നല്ലത്. അതുകൊണ്ട് അമ്മ പറയുന്ന പോലെ നെയ്യപ്പം ഉണ്ടാക്കണത് അത്ര പണി പിടിച്ച കാര്യമൊന്നുമല്ല എന്ന് ഞാൻ എളുപ്പപ്പണിയിൽ ഉണ്ടാക്കിയപ്പോൾ മനസ്സിലായി. പണ്ട് ഇഷ്ടമില്ലാതെ കഴിച്ചോണ്ടാവാം ആ നെയ്യപ്പത്തിന്റെ രുചി എൻ്റെ ഓർമ്മയിലില്ലാത്ത. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയ നെയ്യപ്പം അമ്മയ്ക്ക് എന്തായാലും ഇഷ്ടമാവും. അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കഥയെല്ലാം പറഞ്ഞു തീർന്നപ്പോഴേക്കും നെയ്യപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.